സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TV സ്വാഗതം. അപ്പൊ വീണ്ടും ലവ് ജിഹാദ്, അല്ലാത്ത ജിഹാദ് എന്നൊക്കെ പറഞ്ഞ്, നേരത്തെ ലവ് ജിഹാദ് ഉണ്ടായിരുന്നു, നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ ജിഹാദുകൾ ഉണ്ടായിരുന്നു. എന്തായാലും ശരി, മുസ്ലിം പെണ്ണുങ്ങളെ, മുസ്ലിം സ്ത്രീകളെ അല്ലെങ്കിൽ മുസ്ലിം ചെറുപ്പക്കാരികളെ മറ്റുള്ള ഹിന്ദു സമുദായത്തിൽപ്പെട്ടവനാകട്ടെ, ഇനി ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവനാകട്ടെ, അവര് പ്രേമിച്ച് വിവാഹം കഴിച്ച്, സ്നേഹിച്ച് വിവാഹം കഴിച്ച്, ഇപ്പോൾ അടുത്ത് ഒരു മുസ്ലിം പെൺകുട്ടിയെ, 2-3 കുട്ടികളൊക്കെ ഉള്ളതാണ് സ്ത്രീക്ക്, അവളെ കഴുത്തറുത്ത് കൊന്നു. അതായത് മക്കളുടെ മുമ്പിൽ വെച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തി. ആരാണ്? ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ അവര് തമ്മിൽ കോളേജിൽ പഠിക്കുമ്പോഴോ സ്കൂളിൽ പഠിക്കുമ്പോഴോ പ്രേമമായിരുന്നു. വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ച് അവർ വിവാഹം കഴിച്ചു. അവരങ്ങനെ കുടുംബമായിട്ട് കഴിയായിരുന്നു. അവസാനം ആ സ്ത്രീയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി മക്കളുടെ മുമ്പിൽ വെച്ച്. അതേസമയം ഒരു മുസ്ലിം യുവാവ് ഒരു ഹിന്ദു പെണ്ണിനെയാണ് ഇങ്ങനെ വിവാഹം കഴിച്ച് കഴുത്തറുത്ത് കൊന്നിരുന്നെങ്കിൽ ഇവിടെ എന്തെല്ലാം ഭൂകമ്പം ഉണ്ടാകുമായിരുന്നു കേരളത്തില്. അതായത് എല്ലാ ചാനലുകളും ബാക്കിയുള്ള എല്ലാ പരിപാടികളും നിർത്തിവെച്ച് രാവിലെ തൊട്ട് രാത്രി വരെ ചർച്ച ചെയ്യുമായിരുന്നു. ഇവൻ എങ്ങനെ കഴുത്തറുത്ത് കൊന്നു, ഇവൻ എവിടെ പോയാണ് ഈ കഴുത്തറുപ്പ് പഠിച്ചത്, അപ്പൊ അതിനെപ്പറ്റി അന്വേഷിക്കണം. അത് പാകിസ്ഥാനിൽ പോയതായിരിക്കും മിക്കവാറും ഇവൻ കഴുത്തറുത്ത് പഠിച്ചത്, അല്ലെങ്കിൽ അവൻ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ സിറിയയിൽ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ അവൻ മറ്റുള്ള സമുദായമായതുകൊണ്ട്, ഹിന്ദു സമുദായത്തിൽപ്പെട്ടതായതുകൊണ്ട് എവിടെയും പോയി പരിശീലനം നേടിയില്ല, കഴുത്തറുത്ത് കൊന്നു. നമ്മൾ മനസ്സിലാക്കണം, മുസ്ലിങ്ങൾ ആരും ഇളവിയില്ല, ആരും ഒന്നും മിണ്ടിയില്ല, ആർക്കും ഒരു പ്രശ്നവും ഇല്ല. അതായത് മുസ്ലിങ്ങൾ ആർക്കും എന്തും ചെയ്യാം. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഒരു മുസ്ലിം പെണ്ണ് മറ്റുള്ള ഒരു സമുദായക്കാരനുമായിട്ട് അങ്ങനെ വിവാഹം കഴിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവന് ആ പെണ്ണിനെ എഴുതി തള്ളും. സമുദായം എന്ന് പറയുന്നത്, അതായത് ഞാനൊരു മതേതര വിശ്വാസിയാണ്, എൻ്റെ മതം അനുസരിച്ച് എനിക്ക് ജീവിക്കാം. അതുപോലെ മറ്റുള്ള മതക്കാർക്കും അവനവന്റെ മതവിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശങ്ങളുണ്ട്. അതിനെ ഞങ്ങൾ അംഗീകരിക്കുകയും കൂടെ ചെയ്യുന്നവരാണ്. അതാണ് മതേതരത്വം എന്ന് പറയുന്നത്. അല്ലാതെ വൺ സൈഡ് അല്ല. അതായത് മുസ്ലിം പെണ്ണിനെ പ്രേമിച്ച് വിവാഹം കഴിച്ച് അവളെ കഴുത്തറുത്ത് കൊല്ലാം. പക്ഷേ ഒരു ഹിന്ദു പെണ്ണിനെ വിവാഹം കഴിച്ച്, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പെണ്ണിനെ വിവാഹം കഴിച്ച് കുറച്ചു നാൾ കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നം, കുടുംബവഴക്കോ അല്ലാത്ത സംശയരോഗമോ ഏതെങ്കിലും കൊണ്ട് കഴുത്തറുത്ത അല്ലാതെയോ അപകടത്തിൽപ്പെടുത്തിയാൽ കൊന്നാൽ അത് വലിയ പ്രശ്നം. അപ്പൊ അതാണ് പാടില്ലാത്തത്. നമ്മൾ ഏതൊരു വിഷയത്തിനും എല്ലാത്തിനും ജാതിയിൽ ചികയരുത്. അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവന്റെ മാനസിക വൈകല്യം അല്ലെങ്കിൽ അവന്റെ പ്രശ്നമാണ്. അല്ലാതെ അത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നിങ്ങൾ വേർതിരിക്കരുത്. പക്ഷെ ഇവിടെ കേരളത്തിൽ നടക്കുന്ന പറയുന്നത്, ഈ ചാനലുകളെല്ലാം കൂടുതലും സംഘി ചാനലുകളാണ്. അവർക്കെന്ന് പറയുന്ന പൈസ കിട്ടുന്നുണ്ട്. ഈ സംഘപരിവാറുകാർ ആവശ്യം പോലെ മാസം തോറും എല്ലാവർക്കും അതിന്റെ ചിട്ട അനുസരിച്ച് പൈസ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും. കാരണം മുസ്ലിങ്ങൾക്കെതിരെ ആരൊക്കെ എന്തൊക്കെ പറയുന്നു, ആ ചാനലുകൾക്ക് ഒരേ റേറ്റിംഗ് ആണ്. ആ വ്യൂവേഴ്സ് ഒക്കെ കറക്റ്റ് ആണ്, ഫോളോവേഴ്സും കറക്റ്റ് ആണ്, സബ്സ്ക്രൈബേഴ്സ് കറക്റ്റ് ആണ്. അപ്പൊ ഇതിനു വേണ്ടി ഒരു വിഭാഗം ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് മനസ്സിലാകാത്തതൊന്നും അല്ല. പക്ഷേ സത്യം പോലെ നിലനിൽക്കണം. ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഒരു ഹിന്ദു യുവതിയെയോ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട യുവതിയെയോ അവരുടെ ചെറുപ്പകാലത്ത് ഉള്ള ഇതുകൊണ്ട് വിവാഹം കഴിഞ്ഞ് ചിലപ്പോൾ, അതായത് വിവാഹം അവർക്ക് വേർപിരിയാൻ വയ്യാത്ത രീതിയിൽ അവർ സ്നേഹിച്ചു പോയി, ശരിയാണ്. പക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് വിവാഹത്തിന് ശേഷമായിരിക്കും. അപ്പോൾ ഞാനൊരു കാര്യം പറയാണ്, സത്യമായിട്ട് പറയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, എന്നെ പോലുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ, അതായത് മതവിശ്വാസിയായ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ അന്യ സമുദായത്തിൽപ്പെട്ട ഒരു യുവതിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവളെ മതം മാറ്റാതെ വിവാഹം കഴിക്കാൻ പാടില്ല. അതാണ് ഇസ്ലാമിന്റെ നിയമം. അതാണ്. നിങ്ങൾ സത്യം മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ കഴിയുന്നത്ര ബാക്കിയുള്ള സമുദായക്കാരായ സ്ത്രീകൾ ആദ്യമേ സ്നേഹിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു മുസ്ലിം ആണെന്ന് അറിഞ്ഞാൽ അവരുടെ അടുത്ത് ചോദിക്കണം, ഞാൻ എൻ്റെ ജാതി വിട്ട് ഞാൻ നിങ്ങളുടെ സമുദായത്തിൽ വരില്ല, വിവാഹം കഴിക്കാൻ താല്പര്യമാണ്, ഇല്ലെങ്കിൽ വിട്ടുകളഞ്ഞിട്ട് പോകണം. നാട്ടിൽ എത്രയോ ചെറുപ്പക്കാരുണ്ട്, നിങ്ങളുടെ സമുദായത്തിൽ തന്നെ ഇല്ലേ? ഹിന്ദു പയ്യനെ തന്നെ വിവാഹം കഴിച്ചാൽ പോരെ? ആ മുസ്ലിം ചെറുക്കൻ്റെ ബാക്കിൽ എന്തിനു പോകുന്നത്? അതുപോലെ
പിന്നെ ക്രിസ്ത്യൻ പെൺകുട്ടി എന്തിന് മുസ്ലിം ചെറുക്കൻ്റെ കൂടെ പോകുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ സമുദായങ്ങളിൽ തന്നെ ആവശ്യം പോലെ ചെറുപ്പക്കാർ കിടക്കുമ്പോൾ എന്തിന് നിങ്ങൾ മുസ്ലിം ചെറുപ്പക്കാരുടെ അടുത്ത് പോകണം? മുസ്ലിം ചെറുപ്പക്കാർ, അതായത് മതവിശ്വാസിയായ ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ഒരു സ്ത്രീയുടെ ശരീരത്തെ സ്പർശിക്കുന്നത് തന്നെ വിവാഹത്തിന് ശേഷം മാത്രമേ ആകാവുന്നതാണ്. അതാണ് നിയമം എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ നിയമം അതാണ്. അതുപോലെ വഞ്ചനയും ചതിയും അവിടെ ഇല്ല. അതായത് ചതിച്ചും വഞ്ചിച്ചും ഇവിടെ ഇപ്പൊ ചാനലുകളിൽ ഓരോ തെമ്മാടികൾ വന്നിരുന്ന് കുരയ്ക്കുന്നുണ്ട്. അവന്മാര് പറയുന്നെന്ന് പറഞ്ഞാൽ അവരങ്ങനെ പിന്നെ അഭിനയിച്ച് തട്ടിയെടുത്ത് കൊണ്ടുപോയി ആടിനെ മേയ്ക്കാൻ ചെറിയ, അതൊന്നും മുസ്ലിങ്ങളുടെ ജോലിയൊന്നും അല്ല. അതൊക്കെ ഇവർ ഉണ്ടാക്കി പറയുന്ന ഏത് ചെറ്റത്തരവും തെമ്മാടിത്തരവും ഏത് വിദ്വേഷവും വെറുപ്പും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ സത്യവിശ്വാസി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മറ്റുള്ളവന്റെ മുതൽ തിന്നില്ല, മറ്റുള്ളവരുടെ പരദൂഷണം പറഞ്ഞ് നടക്കൂല. അവൻ സത്യസന്ധമായിട്ട് ചെയ്യണം. മറ്റുള്ള ഒരു സ്ത്രീയുടെ ശരീരത്തിൽ തൊടണമെങ്കിൽ തന്നെ അവൻ വിവാഹം കഴിക്കാതെ തുടങ്ങില്ല. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ള സമുദായത്തിൽപ്പെട്ട ഒരു യുവതിയെയാണ് സ്നേഹിക്കാം. പക്ഷെ അവർക്ക് തമ്മിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യമേ പറയണം, എനിക്ക് എൻ്റെ മതത്തിൽ നീ വന്നാലേ വിവാഹം കഴിക്കാം. കാരണം ഇസ്ലാമിന്റെ നിയമം അതാണ് ഇസ്ലാമിന്റെ നിയമം. അപ്പൊ അതല്ല, ഇപ്പൊ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ പല പെൺപിള്ളേരുമായിട്ടും പിന്നെ സ്നേഹം എന്ന് പറയുന്നത് അങ്ങനെയല്ല, ജീവിതത്തിൽ വരാനുള്ളതല്ല. അല്ലാതെ സ്നേഹിതകളാക്കി എന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. നമ്മൾ അവരുടെ ശരീരത്തിൽ തൊടായിരുന്നാൽ മതി. ഞാൻ തൊട്ടിട്ടില്ല. എൻ്റെ ജീവിതകാലത്ത് ഞാൻ മറ്റുള്ള സ്ത്രീകളെ എൻ്റെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പലരും ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ തൊടരുത്, അങ്ങനെ തൊടാൻ പാടില്ല. പിന്നെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ മതം മാറി തന്നെ വിവാഹം കഴിക്കുക. അതാണ് ഇസ്ലാമിന്റെ ചിട്ട. അതൊന്നും നമ്മൾ ഒളിച്ചു വെച്ചിട്ട് കാര്യമല്ല. ഇതാണ് ഇസ്ലാമിന്റെ നിയമം എന്ന് പറയുന്നത്. അപ്പൊ കഴിയുന്നത്ര ബാക്കിയുള്ള സമുദായങ്ങളിൽപ്പെട്ട പെൺകുട്ടികൾ ചെയ്യേണ്ടതെന്ന് പറയുന്ന മുസ്ലിങ്ങളെ അങ്ങ് ഒഴിവാക്കി വിട്ടേക്കണം. അവരെടുത്ത് ചോദിക്കണം, ഞാൻ എന്നെ വിവാഹം കഴിക്കുമ്പോൾ ഞാൻ മതം മാറണോ? എങ്കിൽ ഞാനില്ല. ഓക്കെ, അപ്പോൾ തന്നെ പിരിയാമല്ലോ. നല്ല സ്നേഹത്തിലിരിക്കാമല്ലോ, കുഴപ്പമില്ല. മുസ്ലിങ്ങൾക്ക് ആവശ്യം പോലെ പെൺകുട്ടികളുണ്ടല്ലോ മുസ്ലിം സമുദായത്തിൽ തന്നെ. അവർക്ക് അവരെ വിവാഹം കഴിക്കാം. അവർ സ്വന്തമായിട്ട് കഴിയട്ടെ. നമ്മളെ നാട്ടിൽ വെറുതെ എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അപ്പോൾ മാതാപിതാക്കളും മക്കൾക്ക് ക്ലാസ് കൊടുക്കണം. മറ്റുള്ള സമുദായത്തിലുള്ള ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരായിരുന്നാലും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരായിരുന്നാലും അവരുടെ മാതാപിതാക്കൾ അവർക്ക് ക്ലാസ് കൊടുക്കണം. മുസ്ലിങ്ങളുടെ അടുത്ത് നിങ്ങൾ പോകണ്ട, നിങ്ങൾ സ്നേഹിതകളായിട്ടാ വെച്ചോളിയും. പക്ഷെ വിവാഹത്തിന്റെ കാര്യം വേണ്ട. ശാരീരിക ബന്ധത്തിൽ ഏർപ്പാടിന് പോകരുത്. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഏറ്റവും വലുതെന്ന് പറയുന്നത് ചാരിത്ര്യമാണ്. ആ ചാരിത്ര്യം കാഴ്ചവെക്കേണ്ടത് സ്വന്തം ഭർത്താവിന്റെ മുമ്പിലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതിന് വില കൽപ്പിക്കണം. ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ല. ചാരിത്രത്തിനൊന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ല. ഇവിടെ കുറെ ചാനലുകൾ ചെറ്റത്തരം കാണിക്കുന്ന ചില ചാനലുകളുണ്ട്. അവനൊക്കെ മയക്കം പൊക്കി പിടിച്ച് കൊണ്ടുവന്ന് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളടുത്തും പ്ലസ് ടുവിന് പഠിക്കുന്ന പെൺകുട്ടികളടുത്തും ചെന്ന് പോയി ചോദിക്കും, വിവാഹത്തിന് മുമ്പ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. അവനെ ആദ്യം ചെന്ന് ചോദിക്കേണ്ട അവന്റെ അമ്മയുടെ അടുത്താണ്, അല്ലെങ്കിൽ അവന്റെ സഹോദരി അടുത്താണ്, അല്ലെങ്കിൽ അവന്റെ ഭാര്യയുടെ അടുത്താണ്, അല്ലെങ്കിൽ അവന്റെ മക്കളുടെ അടുത്താണ് ചെന്ന് ചോദിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ വന്ന് ചോദിക്കുന്നവനെ അടിക്കണം, ചെപ്പ നോക്കി അവന്റെ ചെള്ള നോക്കി അടി കൊടുക്കണം. കാരണം അങ്ങനെ ചോദിക്കാൻ പാടില്ല. പെൺകുട്ടികളുടെ മര്യാദകേടാണ് ഇന്ന് നടക്കുന്നത്. അത്രയും മര്യാദയായിട്ടല്ല സംസാരിക്കുന്നത്. അതിനൊന്നും ഇപ്പോ യാതൊരു വിലയും നിലയില്ലാത്ത രീതിയിൽ അത്രയും അധപ്പതിച്ച ചാനൽ ചർച്ചകളാണ് നടക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, മരിച്ചു കിടക്കുന്ന വീട്ടിൽ ചെന്നിട്ട് അവിടെ ചെന്ന് ഓരോരുത്തരും മൈക്ക് വെച്ച് കൊടുത്തിട്ട് എന്തൊക്കെയാണ് മറ്റാണ് മറിച്ചാണെന്ന് ചോദിക്കുന്നത്. അതൊക്കെ എന്തോ ഒരു തെമ്മാടിത്തരമാണ്, എന്തോ ഒരു വൃത്തികേടാണ്. ഒരു മരണ വീട്ടിൽ ചെന്നിട്ട് അതേ കാണിക്കാവുള്ളൂ. അപ്പോൾ അതിനൊക്കെ ഒരു നിയന്ത്രണം വേണം. കേരളത്തിലായിരുന്നാലും ശരി, ലോകത്ത് എവിടെയായിരുന്നാലും ശരി, മരണ വീട്ടിൽ പോകുമ്പോൾ അവിടെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ, ചിലപ്പോൾ മക്കളായിരിക്കാം, ഭാര്യയായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവായിരിക്കാം, മരിച്ചു കിടക്കുമ്പോൾ അവിടെ ചെന്ന് മയക്കം വെച്ച് കൊടുത്ത് എന്തൊക്കെയാണ് മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞ് ചോദിക്കും. അതൊന്നും ചെയ്യാനേ പാടില്ലാത്തതാണ്. ഈ മയക്കം കൊണ്ടുപോകും അവിടെയുള്ള സീനറി മാത്രം കാണും. നിങ്ങൾ അല്ലാതെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് ഈ ചാനലിന്റെ വിലയും നിലയും കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങളിത് മനസ്സിലാക്കാനുള്ള ഞാൻ പറഞ്ഞത് ഇത് സത്യമാണ്. ഈ മുസ്ലിങ്ങൾക്കൊന്നും ഇവിടെ നിന്ന് പെണ്ണുങ്ങളെ റിക്രൂട്ട് ചെയ്ത് മറ്റടുത്ത് കൊണ്ടുപോയി ആ പിമ്പിന്റെ പണി മുസ്ലിം ചെയ്യില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കണം. അതായത് നിങ്ങളുടെ ചുറ്റിനുമുള്ള, അതായത് സത്യവിശ്വാസമായ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ 5 നേരം നമസ്കരിക്കും, അവന്റെ മാതാപിതാക്കളെ അനുസരിക്കും, ആളുകളടുത്ത് അനാവശ്യമായ സംസാരത്തിന് പോവില്ല. അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങൾക്ക് സ്നേഹിതന്മാരുണ്ടെങ്കിൽ അവരടുത്ത് നിങ്ങൾ സത്യസന്ധമായിട്ട് ചോദിക്കണം, നിങ്ങൾ എങ്ങനെയാണ്, ഏത് രീതിയിലാണ്. അപ്പൊ ഇതാണ് സത്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ ചാനലുകളിൽ വന്നിരുന്ന് ലൗഹ ജിഹാദ് ഉണ്ട്, നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്ന് പറയുന്നത് അതൊക്കെ അവന്റെ തെമ്മാടിത്തരമാണ്. അവനൊക്കെ തന്തയില്ലാത്തവന്മാരാണ്. യവന്മാർക്കൊന്നും പിന്നെ ഈ നാട് കുട്ടിച്ചോറാക്കി മുസ്ലിങ്ങളെ ആയിരുന്നാലും ഹിന്ദുക്കളെ ആയിരുന്നാലും ക്രിസ്ത്യാനികളെ ആയിരുന്നാലും തമ്മിൽ തെറ്റിച്ച് നാട്ടില്, അതായത്
കലുഷിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. അപ്പൊ അവർക്ക് പല കാര്യങ്ങളും കാണും, പല നേട്ടങ്ങളും കാണും. നമുക്ക് അറിഞ്ഞൂടല്ലോ എന്താണെന്ന്. മനുഷ്യനെന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചോളം നന്മ ചെയ്യുന്ന കഴിയുന്നത്ര ആളുകൾക്ക് നന്മ ചെയ്യുക. നിങ്ങൾ ഒരാളിന് ഒരു ഉപകാരം ചെയ്ത് നിങ്ങൾ ഉപദ്രവിക്കരുത്. നാട്ടില് അപവാദം പറഞ്ഞ് പ്രചരിപ്പിക്കരുത്. നന്മ ചെയ്യാൻ എന്തെല്ലാം ഉണ്ട്. ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നുമല്ലെങ്കിൽ പിന്നെ കണ്ണുകൊണ്ടെങ്കിലും ഒരു പിന്നെ ആളുകൾക്ക് ഒരു സന്തോഷം ഉണ്ടാകുന്ന ഒരു പ്രവൃത്തി ചെയ്ത് അതാണ് ഏറ്റവും വലുത്. അപ്പൊ അങ്ങനെ എല്ലാവരും സൗഹൃദത്തിലും സന്തോഷത്തിലും സ്നേഹത്തിലും സഹകരിച്ചും കഴിഞ്ഞുകൂടാനുള്ള ഒരു കേരളം നമുക്ക് കാണണം ഭാവിയിൽ. ഈ പിള്ളേരുടെ ഇടയിൽ നമ്മൾ വർഗീയ വിഷം കുത്തിവെക്കരുത്. കാരണം ഇന്ന് കാണുന്നതെല്ലാം വർഗീയതയാണ്. എന്ത് പറഞ്ഞാലും എന്തെടുത്താലും അവിടെ വർഗീയതയാണ്. ജാതിയും മതവും പറഞ്ഞ് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകും. അവർക്ക് ചില താല്പര്യങ്ങൾ കാണുമായിരിക്കാം. അവർക്ക് ചില ഭാഗങ്ങളിൽ നിന്ന് പൈസ കിട്ടും. നിങ്ങൾ വർഗീയ വിഷം പ്രചരിപ്പിച്ചാൽ നിങ്ങൾക്ക് മാസം തോന്നി ഇത്ര വെച്ചത്. ആ പൈസയ്ക്ക് വേണ്ടി മനുഷ്യന്മാർ പലതും, കാരണം പണത്തിന് വേണ്ടി പരക്കം പായുന്ന ഒരു സമൂഹമാണ് ഇന്ന് ലോകം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ശരി, ഇതൊന്നും ആരും തിരിച്ചു കൊണ്ടുപോകില്ല. ഈ എത്ര പണം ഉണ്ടാക്കിയാലും അവസാനം പോകുന്നത് എന്താണ്? ഒന്നുകിൽ അവൻ പോകുന്നത് പിന്നെ എന്താണ്, ഇപ്പോഴും ഇലക്ട്രിക് ഇതാണ് ഉള്ളത്, ആളുകളെ ചുടുന്നത്. അപ്പൊ അങ്ങനെ ഒന്ന് അവിടെ പോകും. അല്ലെങ്കിൽ ഖബറടക്കും, ഖബറിൽ കൊണ്ടുപോയി വയ്ക്കും. അതോടുകൂടി തീർന്നു. അപ്പൊ സംഭവം തീർന്നു. അപ്പൊ എല്ലാവരും അങ്ങനെ തന്നെ. പക്ഷേ നമ്മള് ഏത് കാര്യമായിരുന്നാലും ശരി, ഇതിനൊക്കെ ഒരു കണക്കും മുഴക്കമുണ്ട്, ഇതിനൊക്കെ ഒരു ചോദ്യമുണ്ട്, ഇതിനൊക്കെ ഒരു മറുപടി ഉണ്ട്. ഇതെല്ലാം തെറ്റുകളും കുറ്റങ്ങളും മനുഷ്യനെ ഏത് രീതിയിലാണ് ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് അവൻ ചെയ്തതും ചെയ്യാത്തതുമായ എല്ലാ കാര്യങ്ങളും ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ അതിന് മറുപടി പറയേണ്ടി വരും. ഇവിടെ അല്ലെങ്കിൽ നാളെ വേറൊരു സ്ഥലത്ത് മറുപടി പറയേണ്ടി വരും എന്ന് മനസ്സിലാക്കി എല്ലാവരും സന്തോഷത്തോടെ സൗഹൃദത്തോടെ ജീവിച്ചു എന്ന് വിചാരിച്ച് ഇവിടെ ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. സന്തോഷമേ ഉള്ളൂ, എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ. അപ്പോൾ മതേതരമായ ഒരു കാഴ്ചപ്പാടോടുകൂടി എല്ലാവരും അവനവന്റെ മതം അനുസരിച്ച് അവനവൻ ജീവിച്ചോട്ടെ. അതിന് ആർക്കെന്ത് നഷ്ടം? അതല്ല അവരങ്ങനെ ജീവിക്കാൻ പാടില്ല, ഞാൻ ജീവിക്കുന്ന അങ്ങനെയുള്ള കടുംപിടുത്തമൊന്നും ആരും പിടിക്കേണ്ട. സന്തോഷത്തിലും സൗഹൃദത്തിലും എല്ലാവരും കഴിഞ്ഞു പോകണം. നേരത്തെ നമ്മൾ 10, 50, 60 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് കഴിഞ്ഞത് അതുപോലെ കഴിയട്ടെ. കുട്ടികളെല്ലാം ഏത് ജാതിയായാലും മതമായാലും സഹകരിച്ച് സന്തോഷത്തിൽ സഹകരിച്ച് കഴിയട്ടെ എന്നുള്ള ഒരു ആശീർവാദത്തോടു കൂടി ഞാൻ നിർത്തുകയാണ്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.